Good morning to all. Last class, we are discussing about what are the factors of more yield. Today, we are discussing seed quality. What is seed quality? What are the factors to be considered while selecting seeds from a plant? എന്തൊക്കെ ഫാക്ടേഴ്സ് മക്കളെ നമ്മൾ ഒരു സീഡ് ഒരു ചെടി നടുമ്പോൾ ഒരു സീഡ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുക ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല ക്വാളിറ്റി, നല്ല ഗുണമുള്ള സീഡാണ്, ക്വാളിറ്റി സീഡായിരിക്കണം അല്ലെ, നല്ല ക്വാളിറ്റിയുള്ള സീഡായിരിക്കണം. ഈ ക്വാളിറ്റിയുള്ള സീഡ് നമുക്ക് എവിടുന്ന കിട്ടുക? ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ ക്വാളിറ്റി ആൻഡ് ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ് എന്താണ്? ക്വാളിറ്റി ഉള്ളതും രോഗമില്ലാത്തതുമായ മാതൃസസ്യത്തിൽ നിന്ന് വേണം നമ്മൾ എന്ത് തെരഞ്ഞെടുക്കാൻ? സീഡ് തെരഞ്ഞെടുക്കാൻ. ഒന്നുകൂടി ടീച്ചർ പറയാം, ക്വാളിറ്റി സീഡ് ആയിരിക്കണം, ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ് ആയിരിക്കണം, അതായത് രോഗമൊന്നുമില്ലാത്ത മദർ പ്ലാന്റ് ആയിരിക്കണം. അടുത്തൊരു പോയിന്റ് മിഡ് സ്പാൻ സീഡ് ആയിരിക്കണം. മിഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സസ്യത്തിലെ കുറെ കായ്കളുണ്ടാവും. ആദ്യം നമുക്കൊരു ഫലം കിട്ടും, ആദ്യം നമുക്കൊരു ഫ്രൂട്ട് കിട്ടും. ആ ഫ്രൂട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് കഴിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതാണോ പൊട്ടയാണോ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന സീഡ്സ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന സീഡ്സ് ഉണ്ട് അല്ലെ, ഇല്ലേ? ആ സീഡ്സ് നമുക്കറിയാം സെയിം ക്വാളിറ്റി ആണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ലാസ്റ്റ് കുറെ സീഡ്സ് ഉണ്ടാവും, ലാസ്റ്റ് കുറെ ഫലങ്ങൾ ഉണ്ടാവും അല്ലെ. അതെന്തായിരിക്കും? ചെറുതായിരിക്കും. കമ്പാരിറ്റീവ്ലി ആദ്യം ഉണ്ടായ ഫലങ്ങളെക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യാൻ പറ്റിയത് എന്താണ്? മിഡ് സ്പാൻ, മധ്യകാലത്ത് ഉണ്ടാവുന്ന സീഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് നോക്കാം. ക്വാളിറ്റി സീഡ്, ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ്, മിഡ് സ്പാൻ. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഹൈ പ്രൊഡക്ടിവിറ്റി. ഹൈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉൽപാദനക്ഷമത ഉണ്ടായിരിക്കണം, നല്ല ഫലം തരണം. നമുക്കറിയാം ചില ചെടികൾ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? നന്നായി ഫലങ്ങൾ. ചില തെങ്ങുകൾ നമ്മൾ പറയും നന്നായി തേങ്ങയിടും, എന്നാൽ ചിലത് ഒന്നോ രണ്ടോ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും സീഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കണം? നല്ല ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സീഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ് ഒരു സീഡ് തിരഞ്ഞെടുക്കുമ്പോൾ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ സെലക്ടിംഗ് സീഡ്സ് ഫ്രം എ പ്ലാന്റ്സ്? ഏതൊക്കെയാണ്? ദേ ആർ ക്വാളിറ്റി സീഡ്, മിഡ് സ്പാൻ, ഹൈ പ്രൊഡക്ടിവിറ്റി, ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ്. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ടീച്ചർ പറയാം, high quality, disease free mother plant, mid span fruit, high productivity. How we will select quality seeds from small seeds like amaranthus, brinjal, chili, etc.? The answer is, after sowing we can select quality plants from that. ചെറിയ സീഡിൽ നിന്നും ക്വാളിറ്റി ഉള്ള ഒരു സീഡ് തിരഞ്ഞെടുക്കാണ് സോയിങ് വഴിയാന്ന് പറയും. എന്താണ് സോയിങ് നോക്കുന്ന എനിക്ക് സംശയം. സോയിങ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, സോയിങ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. എന്താണ്? നമുക്കറിയാം അമരാന്തസിന്റെ വിത്ത് ചെറിയ ചെറിയ വിത്താണല്ലേ. നോക്കിയേ, ഇത് അമരാന്തസിന്റെ വിത്താണ്. അമരാന്തസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചീര. അമരാന്തസ് എന്ന് പറഞ്ഞാൽ ചീര. ഇത് വളരെ ചെറുതാണല്ലേ. നമുക്കിത് ഒരു നല്ല വിത്ത് തിരഞ്ഞെടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിതയ്ക്കുക, ഒരു സ്ഥലത്ത് എല്ലാം കൂടി ഒന്നിച്ച് ഇടുക. നമ്മള് നെല്ല് വിതയ്ക്കാന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ ഇത് വിതയ്ക്കുക. എന്നിട്ട് ഇതെന്താവും? മുളച്ചു വരുമ്പോ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല നല്ല ചെടികൾ പറിച്ച് നട്ട് പുതിയ ചെടി ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എന്ത്? സോയിങ് എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് സ്പ്രൗട്ടിംഗ്. സ്പ്രൗട്ടിംഗ് മീൻസ് മുളപ്പിക്കുക. സ്പ്രൗട്ടിംഗ് മീൻസ് മുളപ്പിക്കുക. അതായത് നമുക്കറിയാം നിങ്ങളെല്ലാവരും പയർ ഇപ്പൊ ടീച്ചറുടെ കുറച്ച് വിത്തുകൾ വെച്ചിട്ടുണ്ട്. ഇത് പയറിന്റെ വിത്താണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്വാളിറ്റി സീഡ് സെലക്ട്. നമുക്ക് ഇതിൽ നിന്നും ക്വാളിറ്റി ഉള്ള സീഡ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്ത് മുളപ്പിച്ച് നമ്മൾ നടുക. അതാണ് എന്ത്? സ്പ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. സ്പ്രൗട്ടിംഗ് മീൻസ് മുളപ്പിക്കുക. സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് സീഡ്സ് സെലക്ട് ചെയ്യാം. സെലക്ടിങ് സീഡ്സ് ഈസിലി ഈസി ആയിട്ട് സീഡ്സ് സെലക്ട് ചെയ്ത് മുളപ്പിച്ച് വേറൊരു പ്ലാന്റ് നടുന്നതിനെ പറയുന്ന പേരാണ് സ്പ്രൗട്ടിംഗ്.
Example pea, lady's finger, etc. Our next part, sexual reproduction and vegetative propagation. Sexual reproduction and vegetative propagation are plant germination method. Sexual reproduction means the formation of seedlings by seed is called sexual reproduction. അതായത് വിത്തിൽ നിന്നും ഒരു പുതിയ സസ്യം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ഇപ്പൊ ചേന ഉണ്ടാവും, നമ്മൾ എന്ത് നടും? അതിന്റെ വിത്താണ് നടുക, അല്ലെ? അതുപോലെ പിന്നെ അതിനെ ഇഞ്ചി, മഞ്ഞള്, ഇതിനൊക്കെ നമ്മൾ എന്ത് നടും? എന്താ നടുക? വിത്താണ് നടുക, അല്ലെ? അതിന് പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്. ദാറ്റ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എസ് ആൻഡ് എസ്, സീഡ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, നമ്മള് അതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. സീഡ് എസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എസ്. അപ്പൊ എസും എസും നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. The formation of seedlings by seed is called sexual reproduction. Understand? The next topic, vegetative propagation. എന്താണ് vegetative propagation? That is the plantlets from like root, stem, leaves, etc. That is called vegetative propagation. അതായത് വേറൊരു സസ്യം ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ്? റൂട്ടിൽ നിന്ന്, വേരിൽ നിന്നോ, അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നോ, അല്ലെങ്കിൽ ലീഫിൽ നിന്നോ. ഇതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് പ്ലാന്റ് ജെർമിനേഷൻ മെത്തേഡ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ എന്തുപയോഗിക്കും? സീഡ് ഉപയോഗിക്കും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്തുപയോഗിക്കും? പ്ലാന്റ് എന്തൊക്കെ ഉപയോഗിക്കും? സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ്. മനസ്സിലാവാൻ കിട്ടുന്നത് എളുപ്പവഴി പറഞ്ഞുതരാം. ഈ സ്റ്റെമ്മും റൂട്ടും ലീവ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? വെജിറ്റബിൾസ് കഴിക്കാന്ന് പറയും, അല്ലെ? അപ്പൊ വെജിറ്റബിൾസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വിയും വിയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. Please take your text and we will go through that. Okay, seed quality. A single plant yields plenty of seeds. Are all seeds suitable for farming? അതായത് ഒരു ചെറിയ സസ്യം ധാരാളം ഫലം ഉണ്ടാക്കും, അല്ലെ? എല്ലാ ഫലങ്ങളും കൃഷി ചെയ്യാൻ അനുയോജ്യമാണോ? അല്ലെങ്കിൽ why do you think the pumpkin that grew in the kitchen yard did not produce much? Do you realize that all seeds may not have the same quality? എന്താ നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പംകിൻ നന്നായി വളർന്നു, പക്ഷെ എന്താണ് ഉണ്ടായില്ല? നല്ല ഫലം ഉണ്ടായില്ല. അതിനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മളത് ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞതാണ്. What are the factors to be considered while selecting seeds from a plant? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം? ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഹൈ ക്വാളിറ്റി, ഹൈ റീപ്രൊഡക്ടിവിറ്റി, പിന്നെ ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ്, മിഡ് സ്പാൻ ഫ്രൂട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അതിന്റെ ഉത്തരം വരിക. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദ ഡിഫറൻസ്. രണ്ട് പിക്ചേഴ്സ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. എന്തിന്റെ പിക്ചേഴ്സ്? അത് ലേഡീസ് ഫിംഗർ, അല്ലെ? ഒന്ന് നന്നായി വളർന്ന് നല്ല മോർ ഈൽഡ് തന്നിട്ടുണ്ട്. ഒന്നിൽ എന്താണ്? അത് ഡിസീസ് ആയിട്ട് കേടായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഇതാണ്. വിച്ച് ഹാസ് മോർ ഈൽഡ്? ഏതാണ് നല്ല കായ്ഫലം തരും? ഏതാണ്? ഫസ്റ്റ് വൺ. Can seeds be collected from a diseased plant? നമ്മള് രോഗമുള്ള ചെടിയിൽ നിന്നും സീഡ് എടുക്കുമോ? വിത്ത് എടുക്കുമോ? ഇല്ല. Have you noticed that fruits are formed in a plant at different stages of its life? Which stage is suitable for collecting seeds? The first form, mid form, or those formed at the end of its growing stage? ഏത് കാലം നമ്മൾ എടുക്കുക? Mid form. Try to write down the qualities essential for a plant from which seeds are collected. There are maybe many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored
and note it down in your science diary. ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പദസൂര്യം പൂരിപ്പിക്കുക. ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? സീഡ്സ് മസ്റ്റ് ബി കളക്ടഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. അതായത് മധ്യകാലത്തുള്ള വിത്ത് വേണം നമ്മൾ കളക്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 4 പോയിന്റ്സ്. ഒന്നെന്തായിരുന്നു? ഡിസീസ് ഫ്രീ മദർ പ്ലാന്റ്. 2 ടീച്ചർ പറഞ്ഞു ഹൈ പ്രൊഡക്ടിവിറ്റി, അല്ലെ? അപ്പൊ നിങ്ങളിത് ഫിൽ ചെയ്യാം. പിന്നെ ഒന്ന് പറയാണ്, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവും. അവിടുന്ന് നിങ്ങള് വ്യത്യസ്ത തരത്തിലുള്ള സീഡ്സ് കണ്ടുപിടിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ചെയ്യാം. സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പൊ നമുക്കറിയാം സീഡ്സ് ഒക്കെ നിങ്ങൾ ചെറിയ പാക്കറ്റ്സിലാക്കിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. സോയിങ് എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു വിതയ്ക്കുക, സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുക. ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ. നമുക്ക് എളുപ്പമാണ് ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്കയിൽ നിന്നും പയറിൽ നിന്നൊക്കെ ഇത് സെലക്ട് ചെയ്യാൻ, വിത്തുകൾ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഹൗ വിൽ യു സെലക്ട് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സ്മോളർ സീഡ്സ് ദാൻ ദ അബവ്? നമ്മൾ എങ്ങനെയാണ് ചെറിയ സീഡ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്ന്? എന്ത് വഴിയാണ്? സ്വയം മുളപ്പിച്ചിട്ട് സെലക്ട് ചെയ്യും. In the case of brinjal, good seedlings are transplanted after sowing and sprouting seeds. Can you find more examples for seedlings that are transplanted and seedlings that are not? Classify them and write down in science diary. എന്താണ്? നമുക്ക് ഇതിന് സോയിങ്ങിനും സ്പ്രൗട്ടിങ്ങിനും കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിച്ചിട്ട് എവിടെ എഴുതണം? സയൻസ് ഡയറിയിൽ എഴുതണം. Then stem cutting. Are you familiar with plants that germinate from seeds and those that sprout from other plants? എന്താണ്? നമുക്കറിയാം സീഡ്സ് പ്ലാന്റ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സസ്യം സീഡ്സിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമാണ് ഉണ്ടാവുക, അല്ലെ? എന്താണ് പറയണത്? The formation of seedlings from seed is by sexual reproduction. എന്താണ്? ഒരു പുതിയ ചെടി, ഒരു തൈച്ചെടി എവിടെ നിന്നുണ്ടാവുന്നു? സീഡിൽ നിന്നുണ്ടാവുന്നു, വിത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതിന് പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതാണ് ടീച്ചർ എസ് എന്നിങ്ങോട് പറഞ്ഞത് പഠിക്കാൻ എളുപ്പത്തിന്. അടുത്താണ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്ത് പറയണത്? പുതിയ സസ്യം എവിടെ നിന്നുണ്ടാവാണ്? സ്റ്റെമ്മ്, റൂട്ട് ആൻഡ് ലീഫ്. അതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന് ടീച്ചർ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ഇതിനെല്ലാം കൂടിയിട്ട് എന്തിനാ റൂട്ടും സ്റ്റെമ്മും ലീഫും ഇതിനെ നമുക്ക് എന്തിനേക്ക് ഒരു ഗ്രൂപ്പ് ആക്കാം, വെജിറ്റബിൾസ് ഒരു ഗ്രൂപ്പിലേക്ക് ആക്കാം. അപ്പൊ അതിനെന്തായി? ആ പേരെന്താ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വി അതാണ് കേട്ടോ പറഞ്ഞത്. സീഡും വെജിറ്റബിൾ തന്നെയാണ്, പക്ഷെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് അതിനുവേണ്ടി ടീച്ചർ പറയുന്നതാണ്. നമ്മൾ എന്തിനെയൊക്കെ വെജിറ്റബിൾസിന്റെ ഗണത്തിലേക്ക് പെടുത്താണ് ഇവിടെ? ലീഫും റൂട്ടും സ്റ്റെമ്മും. അപ്പൊ ഇത് കൂടി ഒരു പുതിയ പ്ലാനറ്റ്സ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്നത്. മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.